ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? എനിക്ക് വലിയ സുഖമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഞാൻ ഓക്കെയാണ്, ഐ എം ഫൈൻ. നമ്മുടെ ചാനൽ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറേ പണികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കിട്ടുമോ ഇല്ലയോ ഒന്നും അറിയില്ല ഗൈസ്. കിട്ടുവാണെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കുക കേട്ടോ. പിന്നെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മാരക സപ്പോർട്ടാണ് ഗൈസ് നിങ്ങൾ എനിക്ക് തരുന്നത്. നിങ്ങളിടുന്ന ഓരോ കമൻറ്റും, ഈച്ച് ആൻഡ് എവറി കമൻറ്റ് ഞാൻ കുത്തിയിരുന്ന് വായിക്കുന്നുണ്ട്. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അതിനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ തരാത്തത്. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്താ ബ്രോ വീഡിയോ ഒന്നും കാണുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. സോ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ച് ഒരുപാട് എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. സോ ഒരുപാട് സന്തോഷം. ഈ സപ്പോർട്ട് എനിക്ക് സീരിയസ്ലി ഇത്രയും വലിയൊരു സപ്പോർട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. സോ അത്രയും വലിയ സപ്പോർട്ടാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഞാൻ എന്നും കടപ്പെട്ടിരിക്കും ഗൈസ്. അറിയാമല്ലോ, നമുക്ക് വീഡിയോ വെച്ചാൽ സ്ട്രൈക്ക് കിട്ടും, അതുപോലെ തന്നെ പിക്ചർ വെച്ചാൽ വരെ സ്ട്രൈക്ക് തരുന്ന ഒരവസ്ഥയിലാണ് നമ്മുടെ ചാനൽ. സോ അതിൻ്റെയും ഇതിൻ്റെയും ആ ചാനലും ഈ ചാനലും ആ ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. ബിഗ് ബോസിൽ വീഡിയോ ചെയ്യുന്ന വേറെ ആർക്കും പിക്ചർ വെച്ചിട്ട് വരെ വീഡിയോ ചെയ്യാം, ലൈവിൽ സ്ട്രീം ചെയ്യാം. പക്ഷെ നമ്മുടെ ചാനലിൽ മാത്രം എനിക്കറിയില്ല, നമ്മൾ പിക്ചർ വെച്ചാൽ വരെ സ്ട്രൈക്ക് തരുന്ന അവസ്ഥയിലാണ്. സോ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളോട്ട് പോകാം ഗൈസ്. എപ്പിസോഡ് നമ്പർ 46, ഡേ 45. ഇന്നത്തെ ഹോട്ട്സ്റ്റാറിൻ്റെ ഒരു ഹെഡിങ് എന്താണെന്ന് വെച്ചാൽ വെൽക്കം ബാക്ക് സിജോ വീട്ടിലോട്ട് വന്നു ഗൈസ്. ആ ഒരു ഹെഡിങ്ങിനകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിജോ. കാര്യം എന്ന് വെച്ചാൽ ബാക്കി കംപ്ലീറ്റ് എപ്പിസോഡ് നമ്മുടെ ജബ്രി കോംബോ തൂക്കിക്കൊണ്ട് പോയി. സിജോ ഒരു പന്തമൊക്കെ കൊടുത്തിക്കൊണ്ടാണ് അകത്തോട്ട് വന്നത്. സിജോ വന്നിട്ട് മാസം എന്ന് പറഞ്ഞാൽ അമ്മാതിരി മാസം ഡയലോഗ്. ഞാൻ തീപ്പൊരിയായിരുന്നു ഇവിടെ വന്നപ്പോൾ, ഇനി ഞാൻ ഭയങ്കര കാട്ടുതീയായിട്ട് പറന്നടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. മോനെ സിജോ കോൺഫിഡൻസ് ഒക്കെ ഉള്ളു, പക്ഷെ ഓവർ കോൺഫിഡൻസ് ഒട്ടും നല്ലതല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവന്മാർ കോൺഫിഡൻസിൻ്റെ കൊടുമുടി നിന്നിട്ട് അതിൻ്റെ അകത്തോട്ട് വന്നായിരുന്നു. അവന്മാർക്ക് ഇപ്പോൾ എവിടാണോ എന്തോ. പൂജ നടുവേദനയായിട്ട് പുറത്ത് പോയിട്ടുണ്ട്. സിബിൻ്റെ കോൺഫിഡൻസ് ഉണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ടീച്ചർ ഇവൻ കപ്പം കൊണ്ടേ പോത്തോളൂ. ലാലേട്ടൻ വന്ന് 2 ഉമ്മാക്കി കാണിച്ചപ്പോഴത്തേക്ക് അവൻ തീർന്നു. എന്തായാലും പൂജയും സിബിനും നാളെ കേരളത്തിൽ എത്തുമെന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട് ഗൈസ്. രണ്ടുപേരും ബിഗ് ബോസിൽ നിന്ന് പുറത്തായിട്ടുണ്ട് കേട്ടോ, അത് പുതിയ അപ്ഡേറ്റ് ആണ്. പിന്നെ സായി, അഭിഷേക്, നന്ദന, പിന്നെ ഇവറ്റകളുടെ കാര്യം ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാതെ ഏതെങ്കിലും മൂലയ്ക്ക് എല്ലാം മാറി ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സിജോയുടെ എൻട്രി അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് തൂക്കിയിരിക്കുന്നത് നമ്മുടെ ജാസ്മിനും ഗബ്രി, പിന്നെ അതിൻ്റെ സൈഡിൽ ഇരുന്ന് റസ്മിനും കൂടെ തൂക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ കണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായ? ഇവർ തമ്മിൽ സംസാരം കേട്ടിട്ട് എന്തെങ്കിലും മനസ്സിലായ? എനിക്ക് ഞാൻ 2 തവണ കണ്ടിട്ടാണ് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായത്. ഉള്ള കാര്യം പറയാമല്ലോ. ഇതിനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. ജാസ്മിൻ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഒരു അടിവരയിടണം. സംഭവം എന്താണെന്ന് വെച്ചാൽ ജാസ്മിനിക്ക് അവനെ ഇഷ്ടമാണ് ഗൈസ്. അത് അവൻ്റെ വായിൽ നിന്ന് തന്നെ ഇവർക്ക് കേൾക്കണം. അവനൊട്ട് സമ്മതിച്ച് കൊടുക്കുകയും ചെയ്യൂല. മനസ്സിലായ? ഇവരിത്രയും നാൾ ഒരു കമിതാക്കളെ പോലെ നടന്ന് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് അന്നേരം ഇവളിപ്പം ഒരു പ്രോപ്പർ ഡെഫിനിഷൻ അതിന് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഗബ്രിക്ക് അതിന് വലിയ താല്പര്യമില്ല. ഗബ്രിക്ക് ഒരു ചിന്ന വീട് സെറ്റപ്പിൽ ജാസ്മിനെ ഇങ്ങനെ കൊണ്ടുപോകാനാണ് ഗബ്രിക്ക് ഇൻട്രസ്റ്റ്. ഗബ്രിക്ക് എന്താ പറയുക, ബിഗ് ബോസിൽ ഒരു സാധനം, ബിഗ് ബോസിൽ ഒരു പിടി ജാസ്മിൻ, അവളായിട്ട് കുറച്ച് ലവ് കോംബോ കളിച്ച് ഇങ്ങനെയൊക്കെ പോയാൽ മതി. മനസ്സിലായോ? ഗബ്രി ഇതിനു മുമ്പ് പറഞ്ഞ കുറച്ച് ഡയലോഗ് ഞാൻ ഈ ഒരു വേളയിൽ ഓർമ്മിക്കുന്നു ഗൈസ്. എൻ്റെ അച്ഛൻ ഇവിടെ വന്ന് പറഞ്ഞാലും ഞാൻ ഇവിടെ കൈവിടുകയില്ല കുഞ്ഞാടുകളെ. എനിക്ക് ഗെയിമിനേക്കാൾ വലുത്, ഈ കപ്പിനേക്കാൾ വലുത് നീയാണ് ജാസ്മിനെ. ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിനക്ക് കാര്യമില്ലെന്ന് തോന്നിയാൽ ഞാനുണ്ടാവും ജാസ്മിനെ. നിന്റെ അച്ഛനാണ്, നിന്റെ അമ്മയാണ്, നിന്റെ കാമുകനാണ്, നിന്റെ കെട്ടിയനാണ്, കുഞ്ഞമ്മയുടെ മൂത്ത മോനാണ്, എൻ്റെ തീട്ടത്തിലെ കടുകാണ് നീ എന്നൊക്കെ പറഞ്ഞ ഗബ്രി ഇപ്പോൾ ജാസ്മിനെ തേച്ചിരിക്കുകയാണ് ഗൈസ്. അന്തമാതിരി ഡയലോഗൊക്കെ അടിച്ചവൻ ഇപ്പോൾ വന്നിട്ട് പറയുകയാണ് നിന്നെ എനിക്ക് ഇഷ്ടമൊക്കെയാണ്, പക്ഷേ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ജാസ്മിൻ അത് പണ്ടേ പറഞ്ഞതാണ്. എനിക്ക് എൻ്റെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാത്രമേ ഞാൻ കെട്ടത്തുള്ളൂ, അല്ലാതെ ക്രിസ്ത്യാനിയും ചെറുക്കനെയൊക്കെ പിടിച്ചുകൊണ്ട് തന്നെ ആ പോലയ്ക്ക് അടിക്കുമെന്ന് ജാസ്മിൻ അന്ന് പണ്ടേ പറഞ്ഞു. പക്ഷെ ജാസ്മിൻ ഇപ്പോൾ ചെറിയൊരു ചരിവുണ്ട് അവൻ്റെ അടുത്തോട്ട്. ജാസ്മിൻ ഇതൊരു ലവ് ട്രാക്ക് കംപ്ലീറ്റ്ലി ഒരു ലവ് കോംബോ ആക്കി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു, അത് പോസിബിലിറ്റി നമ്പർ 1. ഇതിനകത്ത് 2 പോസിബിലിറ്റി ഉണ്ട്. ഇതാണ് ഫസ്റ്റ് പോസിബിലിറ്റി. ഇതിനകത്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു സെറ്റപ്പിൽ ഒരു നാടകം ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം എന്നാണ് ജാസ്മിൻ്റെ ആഗ്രഹം. പക്ഷേ ഗബ്രി അതിനകത്ത് മുതിരുന്നില്ല. ഇനി പോസിബിലിറ്റി നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നിന്ന് 2 പേർക്കും കൈയൊഴിയണം. 2 പേർക്കും മറ്റവൻ്റെ തോളിൽ
കുറ്റം മൊത്തം ഇട്ട് കൊടുത്തിട്ട് കൈ ഒഴിയണം. അതാണ് രണ്ടുപേരും നോക്കുന്നത്. ജാസ്മിൻ ഗബ്രിയുടെ തലയിൽ ചാരിയിട്ട് ജാസ്മിൻ ഒഴിയാൻ നോക്കുന്നു, ഗബ്രി ജാസ്മിൻ്റെ തലയിൽ ചാരിയിട്ട് ഗബ്രി ഒഴിയാൻ നോക്കുന്നു. ഇന്നത്തെ ഈ സാധനത്തിനകത്ത് മെയിനായിട്ട് നടന്ന പരിപാടി ഇതാണ്. ഗബ്രി, ജാസ്മിൻ, റസ്മിൻ ഇവർ 3 പേരുള്ള ഇരിക്കുന്നൊരു കുറച്ച് കോൺവെർസേഷൻ പറയാം. ജാസ്മിൻ റസ്മിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, റസ്മിനെ ഞാൻ ഗെയിം കളിക്കുന്നുണ്ടോടി? റസ്മിൻ നീ ഗെയിം കളിക്കുന്നുണ്ട്, സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. അന്നേരം ജാസ്മിൻ പിന്നെയും ചോദിക്കുകയാണ്, എൻ്റെ ഗെയിമിനെ ഇല്ലാതാക്കുന്ന എന്തെങ്കിലും ഉണ്ടോടി? അത് രസം പറയാം. പിന്നെ ഉണ്ട്, ദണ്ട് ഈ കിടക്കുന്ന സാധനം അവൻ നിന്റെ ഗെയിമിനെ ഇല്ലാതാക്കുന്നു. കാരണം എന്താ വെച്ചാൽ നീ ഇവൻ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അങ്ങ് നടക്കുകയാണ്. അവിടെ ജാസ്മിൻ ഗോളടിച്ച്, മനസ്സിലായ? അവിടെ ജാസ്മിൻ ഒരു ഗോളടിച്ച്. ഗബ്രി ഇപ്പം 0 ആണ്, ജാസ്മിൻ 1 ആയിട്ടുണ്ട്. ഇപ്പോൾ ആ സാധനം ഗബ്രിയുടെ തലയിലാണ്. ഇനി അതിനെ കുറച്ച് പ്രൂഫ് നിരത്തി ഇവർക്ക് തകർക്കണം. കഴിഞ്ഞ ദിവസം ജാസ്മിൻ വയ്യാതെ കിടക്കുമായിരുന്നു. അന്നേരം ഗബ്രി ഇവിടെ അടുത്ത് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് ഇവൻ നല്ല രീതിയിൽ ആക്ടിവിറ്റിയൊക്കെ പങ്കെടുത്ത് ഇവൻ ജയിക്കുകയൊക്കെ ചെയ്ത്, മനസ്സിലായോ? അത് നമ്മുടെ ജാസ്മിന് ഭയങ്കരമായിട്ട് അങ്ങ് ഹേർട്ടായി. ജാസ്മിൻ പറയുന്നതെന്ന് വെച്ചാൽ അവൻ വയ്യാതെ കിടന്നാലും എനിക്ക് ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റില്ല. അവന് വീക്കാണെങ്കിൽ എനിക്ക് ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനും വീക്കായി പോകും. അവൻ്റെ കൂടെ ഞാൻ ഇരുപ്പേ, ഞാൻ കൂടെ ഒന്ന് പക്കത്ത് ഞാൻ ഇരുപ്പേ എന്നാണ് നമ്മുടെ ജാസ്മിൻ നമ്മൾ പറയുന്നത്. അന്നേരം ജാസ്മിൻ പറയാണ്, നമ്മൾ പറയുന്നതും പ്രവൃത്തിയും ഒന്നാകുന്നില്ല, അതിന് ഒരു അടിവര വേണം. എന്ന് വെച്ചാൽ ഇവർ പ്രവർത്തിക്കുന്നത് കമിതാക്കളെ പോലാണ്, പറയുന്നത് കമിതാക്കളല്ല എന്നാണ്. കാമതാക്കൾ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഓക്കെ, കുൽസിത ദൈവങ്ങൾ ഇപ്പോൾ കൊണ്ട് കനിയുന്നില്ലെന്ന് തോന്നുന്നു. അതാണ് രണ്ടുപേർക്കും ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരാൻ കാരണം. അതാണ് മെയിൻ പ്രശ്നം. അതാണ്. അന്നേരം ജാസ്മിന് ഇതിനകത്തൊരു അടിവര ഇടണം. ഈ പറയുന്ന സാധനവും പ്രവർത്തിക്കുന്ന സാധനവും ഒന്നാക്കണം, മനസ്സിലായോ? അതൊന്നാവൂലെന്നറിയാം. ഒന്നാവാതെ വരുമ്പോഴത്തേക്ക് ഗബ്രിയുടെ തലയിൽ കുറ്റമാവും. പിടികിട്ടിയ? ഇപ്പം ജാസ്മിൻ്റെ കണ്ണിലൊരു ശുനയുണ്ട്. ആ ശുനയിൽ അവൻ സമ്മതിച്ചു കൊടുക്കൂല. അന്നേരം ഗബ്രിയുടെ തലയിൽ സാധനമാവും. അന്നേരം ഗബ്രിയുടെ തലയിൽ നൈസായിട്ട് അടിച്ചിട്ട് ഇവർക്ക് പുറത്ത് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഇവൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ജാസ്മിൻ പറയാണ്, ഞങ്ങളുടെ ഫിസിക്കൽ ടച്ചിലോ ഞങ്ങളുടെ കെട്ടിപ്പിടുത്തത്തിലോ ഞങ്ങളുടെ ഉമ്മൊപ്പിലോ അല്ല ഞങ്ങളുടെ പ്രണയം ഇരിക്കുന്നത്, ഞങ്ങളുടെ കണ്ണുകളിലാണ് പ്രണയം ഇരിക്കുന്നത്. നിന്റെ കണ്ണിൽ, ഞാൻ പറയുന്നില്ല, കണ്ണിൽ ഉണ്ടമ്പൊരിയായിരിക്കുന്നത്, പേട്ട കണ്ണിൽ ഇങ്ങനെ മൂക്കളെ ഏൽപ്പിച്ച് 4 ദിവസം ഇങ്ങനെ നടക്കുന്ന തെമ്പി നടക്കുന്ന ഇവിടെ കണ്ണിലില്ലേ പ്രണയം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല ഇവിടെ പ്രണയം. ഇതൂടെ കേട്ടപ്പോഴത്തേക്ക് ഗബ്രി മൊത്തത്തിൽ സീനായി ഗൈസ്, മൊത്തത്തിൽ സീനായി. അപ്പം ഗബ്രിയുടെ സ്ഥിരം ഡയലോഗ് ഇറക്കിയിട്ടുണ്ട്, ഈ വീട്ടിൽ ജാസ്മിന് മാത്രമേ എന്നെ തളർത്താൻ പറ്റത്തുള്ളൂ, അല്ലാതെ ബാക്കി 19 പേരും എനിക്ക് നേരെ എനിക്ക് പുല്ലാണ്. പക്ഷെ ജാസ്മിൻ നീ പറഞ്ഞ ഞാൻ തളരും. ഇതാണ് ഗബ്രിയുടെ സാധനം. ഇനി ഇത് ഗബ്രിക്ക് ഇനി പ്രൂവ് ചെയ്യണം. എന്നിട്ട് ആ സീൻ അവിടെ അവസാനിച്ച് ഗൈസ്. എന്നിട്ട് ജാസ്മിനും റസ്മിനോട് മാറി റൂമിൽ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സീനാണ് പിന്നെ കാണിക്കുക. സീൻ നമ്പർ 2. ജാസ്മിൻ റസ്മിൻ്റെ അടുത്ത് പറയാണ്, എടി എൻ്റെ എല്ലാം പോയടി. എടി വേണ്ട, നിൻ്റെ ഒന്നും എല്ലാം പോയിട്ടില്ല. ക്യാമറ ഉണ്ടായിട്ട് നിൻ്റെ ഒരു സാധനം പോയിട്ടില്ല, മനസ്സിലായോ? ക്യാമറ ഇല്ലായിരുന്നു അതുകൂടെ പോയേനെ എന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് പറയാനുള്ളൂ. എന്നിട്ട് ജാസ്മിൻ റസ്മിൻ്റെ അടുത്ത് പറയാണ്, ഞാൻ ഇനി അവനെ കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കും, എല്ലാം ചെയ്യും. പക്ഷെ എൻ്റെ കണ്ണിലെ ആ സാധനം ഇനി അവൻ കാണൂല. എൻ്റെ കണ്ണിലെ ആ സാധനം എവിടെ? കണ്ണിലെ എന്താണ് അവൻ കാണാത്തത്? മറ്റേ ഇല്ല ക്യാമറ കാണാത്തത്. എന്തോ ഒരു സുന ഇവിടെ കണ്ണിലുണ്ട് ഗൈസ്, അതിന് ഗബ്രി കാണൂലെന്നാണ് ജാസ്മിൻ പറയുന്നത്. അങ്ങനെ ആ ഒരു സീനും അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അന്നേരം ബാക്ക്ഗ്രൗണ്ടിൽ അടുത്ത സീൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഗബ്രിയുടെ പരവേശം. ഗബ്രി നേരത്തെ ഒരു സാധനം പറഞ്ഞ് ജാസ്മിൻ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ തകരിയൊന്ന്. ഇനി അവൻ അത് പ്രൂവ് ചെയ്യണം. ഇപ്പം ജാസ്മിൻ ആദ്യം സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി ഗബ്രി സ്കോർ ചെയ്യണമെങ്കിൽ അവൻ അതിന് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഗബ്രി ഉടനെ ക്യാമറയുടെ മുന്നിൽ പോയിട്ട്, ബിഗ് ബോസേ ഐ നീഡ് ഹെൽപ്പ്, ബിഗ് ബോസേ എനിക്ക് ഹെൽപ്പ് വേണം, ബിഗ് ബോസേ ഞാനിപ്പം ചാവും, എൻ്റെ കണ്ണിലിരുട്ട് കയറുന്നു, എനിക്ക് ഉടനെ ഹെൽപ്പ് വേണം എന്നും പറഞ്ഞ് ഗബ്രി പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞിട്ട് ഗബ്രി പോയി അവിടെ സെറ്റിൽ സോഫയിൽ മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുക, മുടിയെല്ലാം ഇങ്ങനെ മുഖത്തോട്ട് കിടക്കുകയാണ്. നമ്മൾ മുഖത്ത് എക്സ്പ്രഷൻ ഒന്നും കാണൂല. എന്നിട്ട് പെട്ടെന്ന് നന്ദനെ ഒരു ഗ്ലാസ് വെള്ളം ഗബ്രി വിളിച്ച് പറയുക. ഈ വെള്ളം കുടിക്കാനൊന്നും നല്ലത് വിളിച്ചു പറഞ്ഞത്. അപ്പം നമ്മുടെ ജാസ്മിനോട് എൻ്റെ ഗബ്രിയുടെ സൗണ്ട് അല്ലേ? ജാസ്മിൻ തിരിഞ്ഞു നോക്കുന്നു, ഗബ്രി ഇവിടെ വയ്യാതിരിക്കുന്നു. ജാസ്മിൻ അതിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നു. അന്നേരം നന്ദന വെള്ളം കൊണ്ട് കൊടുത്ത്, അവന് വെള്ളം കൊണ്ട് കൊടുത്ത്
വെള്ളം അവൻ കുടിക്കുന്നില്ല. അന്നേരം ഇവന് വെള്ളം വേണ്ട, ആക്ച്വലി ഇവന് വെള്ളം വേണ്ട, അവന് അവളെ കേൾപ്പിക്കണം, ആരെയാ, ജാസ്മിനെ കേൾപ്പിക്കണം. അത് കേട്ടിട്ട് ജാസ്മിൻ അവൻ്റെ അടുത്തോട്ട് ചെല്ലണം. അതിന് വേണ്ടിയിട്ടാണ് അവൻ വെള്ളത്തിൻ്റെ ആ ഒരു സാധനം എടുത്ത് അവിടെ ഇട്ടത്. അതിനകത്തിൽ അവൾ വീണ് നൈസായിട്ട് അവളങ്ങോട്ട് ചെന്ന് ഗബ്രി എന്തു പറ്റിയടാ ഓ ഇത് ഗബ്രിയാന്ന് വിചാരിക്കുന്നത്. ഗബ്രിയുടെ തോളി തട്ടുക, എന്ത് പറ്റിയടാ അന്നേരം ഗബ്രി ഇച്ചിരി അങ്ങോട്ട് മാറിയിരിക്കുന്നു. വേണ്ട, എനിക്ക് നിന്നെ കാണണ്ട എന്നുള്ള രീതിയിലൊരു ആറ്റിറ്റ്യൂഡ് ഇട്ട് ഗബ്രി അങ്ങോട്ട് മാറിയിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരൊറ്റ പോക്ക് ബാത്റൂമിലോട്ട്. ഈ ഒരു സീൻ അവിടെ കുനിഞ്ഞിരിക്കുന്നു, അവിടെ നിന്നിട്ട് ബാത്റൂമിൽ പോകുന്നു. ഈ ഒരു സീനിൽ ഗബ്രിയുടെ ഫേസ് നമ്മൾ കണ്ടിട്ടില്ല ഗൈസ്, കണ്ണും നമ്മൾ കണ്ടിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ കണ്ണും ഫേസും കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മനസ്സിലാവും ഇത് മൊത്തം ഉടായിപ്പാണെന്ന്. നാട്ടുകാർക്ക് മനസ്സിലാവും. എന്നിട്ട് ബാത്റൂമിൽ പോയിരുന്നിട്ട് കരയാണെന്ന് അകത്ത് തോന്നുന്നത് അകത്ത് നമ്മൾ അറിയത്തില്ല കരയുവാണോ എന്ന്. ഇത് മൊത്തം നാടകമാണല്ലോ. അകത്ത് പോയിരുന്നിട്ട് ചുഞ്ചിരിച്ചു എന്നൊക്കെയാണ് പാട്ട് പാടിക്കൊണ്ടിരിക്കുമായിരിക്കും അവൻ. പക്ഷെ എനിക്കറിയില്ല, അറിയുന്ന പോലെ പ്രേക്ഷകരെ തോന്നിപ്പിക്കണം, അതാണ് അവൻ്റെ പരിപാടി. മനസ്സിലായ? അന്നേരം ഇപ്പം ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ്? രാവിലെ ജാസ്മിൻ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഗബ്രിയാണ്. എന്ന് വെച്ചാൽ ജാസ്മിൻ കാരണം ഗബ്രി ഈ ഒരു അവസ്ഥയിലായി എന്നുള്ളൊരു പരിപാടിയിലാണ്. അങ്ങനെ ഗബ്രി ബാത്റൂമിൽ ഇരുന്നിട്ട് ഭയങ്കര സീൻ. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ്, സിജോ ഗബ്രിയേയും കൂട്ടി മെഡിക്കൽ റൂമിൽ വരും. വന്ന് അത് സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് സിജോ എടുത്ത് കാണിച്ചൊരു ദയാണ്. പാവപ്പെട്ട ഇന്നങ്ങോട്ട് വന്ന് കയറിയിട്ട് ആ എൻട്രി മാത്രം ഇവൻ്റെ മുഖം കാണിച്ചോള്, അല്ലാതെ ഇവൻ്റെ മുഖം കാണിച്ചതേ ഇല്ല. ഇങ്ങനെങ്കിലും ഈ ഗബ്രിയുടെ കൂടെങ്കിലും നടന്നു പോകുമ്പോൾ ഇച്ചിരി മുഖം ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബിഗ് ബോസ് സിജോ എടുത്ത് കാണിച്ചൊരു ദയാണത്. അങ്ങനെ ഈ പരിപാടിയും പരിശോധനയെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിക്കുന്നത് പവർ റൂമിലെ ഒരു ഗെയിമാണ്. പവർ റൂമിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ഗെയിമാണ്. ആ ഗെയിമിനകത്ത് നമ്മുടെ ഗബ്രി പങ്കെടുക്കില്ല. അവരുടെ ഓരോ ടീമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാറിന് ഗബ്രി ചാടിക്കറി വരുന്നത്. പക്ഷേ ഗബ്രി പങ്കെടുക്കില്ല. ജാസ്മിൻ പങ്കെടുത്തിട്ട് ജാസ്മിൻ അതിനകത്ത് വിജയിക്കും. കുറച്ച് മുമ്പേ ജാസ്മിൻ ഒരു ഡയലോഗ് പറഞ്ഞായിരുന്നു, ഗബ്രി തളർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഗബ്രിക്ക് വയ്യാതായിരിക്കുമ്പം എനിക്ക് ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ജാസ്മിൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞായിരുന്നു. ഇപ്പോൾ യവൻ ഇവിടെ തളർന്നിരിക്കുമ്പം അവളവിടെ പോയി ഗെയിം കളിച്ച് ആക്ടിവിറ്റി ചെയ്ത് അതിനകത്ത് ഫസ്റ്റ് അടിക്കും. അന്നേരം ആ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു അംശമെങ്കിലും ഒരു സത്യം ഉണ്ടാ. അന്നേരം ജാസ്മിന് ഇവനോട് കാണിക്കുന്ന അല്ലെങ്കിൽ ജാസ്മിൻ ഈ കാണിക്കുന്ന നല്ല അട്ടർ ഫേക്ക് സാധനമാണെന്ന് അവിടെ നമുക്ക് തെളിഞ്ഞേ. അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് രണ്ടാമത്തെ വേറൊരു പരിപാടി കൊടുക്കുന്നു. ഒരു റാപ്പ് സോങ്ങിൻ്റെ പരിപാടി കൊടുക്കും. റാപ്പ് സോങ് എല്ലാ ദിവസവും രാത്രിയിൽ ഓരോ പരിപാടി 45 ദിവസമായി ഇന്ന്. അന്നേരം 50 ദിവസം വരെ ഓരോ ദിവസവും രാത്രിയിൽ ബിഗ് ബോസ് ഓരോ പരിപാടി കൊടുക്കും. അത് ഇവർ അവതരിപ്പിക്കണം. അന്നേരം ഈ ഇന്ന് കൊടുത്തത് റാപ്പ് സോങ് ആണ്. ആ റാപ്പ് സോങ് എഴുതിയത് ഗബ്രി, റാപ്പ് സോങ് പാടിയത് ഗബ്രി. മെഡിക്കൽ റൂമിൽ പാനിക് അറ്റാക്കായിട്ട് പോയിട്ട് വന്നവനാണ് ഇതൊക്കെ ചെയ്തത്. ഇത്രയും മെൻ്റലി പ്രശ്നമായിട്ടിരിക്കുന്ന ഒരുത്തൻ പാട്ട് എഴുതുമോ, അത് പാടുമോ? എനിക്കറിയാൻ പാടില്ല, എന്നെക്കൊണ്ട് പറ്റൂല. ഇത്രയും മെൻ്റലി പ്രശ്നമായിട്ടിരിക്കുന്നവന് അത്രയും ആസ്വദിച്ച് ആ പാട്ട് പാടുകയും ഡാൻസ് കളിക്കുകയും എനിക്ക് പറ്റൂല. അന്നേരം അവൻ അവിടെ കാണിച്ച ആ പൊറോട്ട് നാടകം ഫേക്കാണെന്ന് തെളിഞ്ഞേ. സീരിയസ്ലി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേക്ക് സാധനം ഇറക്കി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നെഗറ്റീവാണ് പുറത്തുനിന്ന്. റസ്മിൻ പുറത്ത് പോയിട്ട് അകത്തോട്ട് വന്നതിന് ശേഷം റസ്മിൻ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ രണ്ടുപേരൂടെ നൈസായിട്ട് കളിക്കുന്ന ഒരു നാടകമാണിത്. ഇപ്പോൾ രണ്ടുപേരും പരസ്പരം പഴി ചാരിയിട്ട് ഇതിനകത്ത് സ്കിപ്പാവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നാളെ വേണമെങ്കിൽ ഈ പ്ലേറ്റ് തിരിക്കാം. നിങ്ങൾ ഒരൊറ്റ കാര്യം ആലോചിച്ചോ, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ അടുത്ത എവിക്ഷനിൽ ഔട്ടാവാൻ പോകുന്നത് റസ്മിനായിരിക്കും. കുറിച്ച് വെച്ചോ. എനിക്ക് തോന്നിയൊരു തോന്നലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ബിഗ് ബോസ് പഠിച്ച പണി പലതും നോക്കിയിട്ടുണ്ട് ഇവരെ രണ്ടുപേരും കൂടെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. ഇവരെ രണ്ടുപേരെയും കൂടെ എനിമിയാക്കി രണ്ടുപേരെയും കൂടെ ഓപ്പോസിറ്റ് നിർത്തി കളിച്ച് അതിൻ്റെ വക ഒരു TRP കയറ്റാൻ ബിഗ് ബോസ് പഠിച്ച പണി പലതും നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ബാരിയർ, ഇവർ തമ്മിൽ തെറ്റാതെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കമ്മ്യൂണിക്കേറ്റർ അല്ലെങ്കിൽ ഒരു ബാരിയറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി
റസ്മിനാണ്. റസ്മിൻ ആ ഒരു സാധനം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവരുടെ ഇടയ്ക്ക് ഒരു അതിരില്ല. ഈ കമ്മ്യൂണിക്കേഷന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഒരു അതിരില്ല. അത് അങ്ങ് മാറിക്കിട്ടും. ഒന്നെങ്കിൽ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് പിരിഞ്ഞ് രണ്ട് വഴിക്കാവും, അല്ലെങ്കിൽ ഒരു ഇമോഷണലി രണ്ടുപേരുടെ കെട്ടിപ്പിടിച്ച് എൻ്റെ പൊന്നെ, എൻ്റെ ഗബ്രി, എൻ്റെ കുപ്പി എന്തേടാ, കുപ്പി ഇല്ലയൊന്ന് എന്തരേലും ആവട്ടെ, ആ സാധനമൊക്കെ ഇറക്കി വേറൊരു ഇമോഷണൽ സാധനം ജനങ്ങളിലോട്ട് എത്തിക്കും. അന്നേരം റസ്മിൻ പോയി കഴിഞ്ഞാൽ അടിച്ചുപിരി ഒന്നെങ്കിൽ അടിച്ചുപിരി നടക്കും, അല്ലെങ്കിൽ ഇവറ്റകൾ രണ്ടോടെ മുട്ടം പ്രണയവും. രണ്ടാണെങ്കിൽ ഏഷ്യാനെറ്റിന് ഗുണമാണ്, രണ്ടാണെങ്കിൽ ഏഷ്യാനെറ്റിന് പക്കാ ഗുണമാണ്. അതൊരു നെക്സ്റ്റ് എവിക്ഷനിൽ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ഔട്ടാകാൻ പോകുന്നത് റസ്മിനാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് ഇന്നത്തെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഞാൻ എല്ലാം അങ്ങോട്ട് പറയുന്നില്ല, ഒന്നാമത്തെ ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്കും ബോറടിക്കും, അതുകൊണ്ട് ഞാൻ എല്ലാം കുത്തിയിരുന്ന് പറയുന്നില്ല. കുറേ ഇൻസിഡൻറ്റിൻ്റെ ഇടയ്ക്ക് വേറെയൊക്കെ നടന്നിട്ടുണ്ട്, അതൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് പറയുന്നില്ല. നമ്മൾ മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. സോ നമ്മുടെ പുതിയ ചാനലാണ്, സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കണ്ടല്ല, 5000 പേരെയുള്ള സബ്സ്ക്രൈബേഴ്സ്. അന്നേരം നമ്മുടെ ഈ ചാനലിൽ അത്യാവശ്യം റീച്ചൊക്കെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ കമൻറ്റൊക്കെ ചെയ്യണം, എന്നാൽ ഈ സാധനം അങ്ങോട്ട് ഇച്ചിരിയെങ്കിലും റീച്ച് ആവത്തോളൂ. നിങ്ങളിലേക്ക് ഞാൻ ഈ ചാനൽ അങ്ങ് വിട്ട് തന്നേക്കാണ്. ഇതൊന്ന് റീച്ചാക്കി തരേണ്ട ഈ സാധനം ഒന്ന് റീച്ചാക്കി തരേണ്ട റെസ്പോൺസിബിലിറ്റി ഗൈസ് നിങ്ങൾക്കാണ്. സോ നമ്മുടെ വീഡിയോ എത്രമാത്രം നല്ലതായിരുന്നു എന്ന് എനിക്കറിയില്ല. സോ ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്ത് എനിക്ക് ശീലമില്ലല്ലോ. സോ നമ്മൾ ഇമ്പ്രൂവായി വരുന്നതേ ഉള്ളൂ. ഉപ്പില്ലാത്ത കഞ്ഞി പോലാണ് ഇപ്പോഴത്തെ എൻ്റെ വീഡിയോ എന്ന് എനിക്കറിയാം. സോ എല്ലാം ശരിയാവും എന്ന് പ്രതീക്ഷയോടെ ഞാൻ പോവുകയാണ് ഗൈസ്. ടാറ്റ ബൈ ബൈ.